സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ? ഹല്ലേലൂയ. വചനം ദൈവത്തിന്റെ ആകുന്നു. ആ വചനം നമ്മളെ കൊണ്ട് നമ്മളോട് സംസാരിക്കണം. സങ്കീർത്തനം 37 ദാവീദിന്റെ നമ്മൾ വായിച്ച പല കാര്യങ്ങളുണ്ട്. ആമേൻ. 27-ാമത്തെ വാക്യം 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, ഇൻ ടൈംസ് ഓഫ് ഡിസാസ്റ്റർ they will not wither, in days of famine they will enjoy plenty. ഒന്ന് 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും അല്ലെ. അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിന്റെ വഴികളോ യഹോവയിൽ സമർപ്പിച്ചുകൊള്ളുക അല്ലെ, അവനെ തന്നെ ആശ്രയിക്കുക. യെസ്. അപ്പോൾ നമ്മുടെ വഴികൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ഉണ്ടാക്കുന്ന പാതയിൽ നടക്കുവാനല്ല നമ്മളെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഭാവിയുടെ ബന്ധത്തിൽ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ നമ്മളുണ്ടെങ്കിൽ, ആ കാൽക്കുലേഷൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനാണ്. ഹല്ലേലൂയ. എന്തെന്ന് വെച്ച് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് കറക്റ്റ് ഡയറക്റ്റ് റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ദൈവം നമ്മളെ കാണിക്കുന്ന ചെയ്യും. ഈ ദിവസങ്ങളിൽ നമ്മൾ ഞാൻ ഉൾപ്പെടെ പറയുക, നമ്മുടെ വഴികൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വഴികളോ നമ്മുടെ ചിന്തകളോ ഒന്നും ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കല്ലേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എൻ്റെ വഴികൾ മുഴുവനും ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഐ കമ്മിറ്റ് യു വേ ടു ദ ലോർഡ്. അത് കഴിഞ്ഞിട്ട് കമ്മിറ്റ് യു വേ എന്ന് പറയുമ്പോൾ നിന്റെ വഴികൾ കർത്താവിൽ ദൈവത്തെ സമർപ്പിച്ചിട്ട് നീ അവനിൽ വിശ്വസിക്കുവാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാനുകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന ചില പദ്ധതികൾ, നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അത് സാധ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ആ പദ്ധതികളെ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വഴികൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകില്ല. നമ്മൾ ഏത് കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ചിന്തയിലല്ല നടക്കേണ്ടത്, നമ്മുടെ സ്വന്തം കാൽക്കുലേഷൻ അല്ല പോകേണ്ടത്. ഏതൊരു കാര്യമാ നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് തീരുമാനം എടുക്കാവുന്നുള്ള കാര്യം മറന്നു പോകല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യം സംഭവിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ആദ്യം. ഹല്ലേലൂയ. ഇന്ന വഴി ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴി ശരിയായുള്ള വഴിയാണോ? ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചാൽ എനിക്ക് സക്സസ് ആകാൻ പറ്റുമോ? ഇങ്ങനെ സഞ്ചരിച്ചാൽ എനിക്ക് ഇവിടെ എത്താൻ പറ്റുമോ? ഇന്ന വഴിയിൽ ഞാൻ സഞ്ചരിച്ചാൽ ദൈവത്തിന് പ്രസാദമേറിയ ജീവിതം എനിക്ക് നയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം എക്സാമിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ എക്സാമിൻ ചെയ്ത ശേഷം ദൈവസന്നിധിയിൽ നമ്മൾ ഈ വഴികളെല്ലാം, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ പദ്ധതികളെ ദൈവസന്നിധിയിൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. അവന്റെ സമയം കർത്താവ് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുക തന്നെ ചെയ്യാം. അപ്പോൾ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്ഷാമകാലത്ത് ഒന്ന് വായിച്ചാട്ടെ, ദുഷ്കാലത്തിൽ അവർ ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായി തീരും. ലോകത്തിൽ മുഴുവനും ക്ഷാമം വന്നാലും നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് ഒരു നാളും ഒരു ആഹാരത്തിന് കുറവ് വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഇനി നമ്മൾ ദൈവത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നെങ്കിൽ, ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നെങ്കിൽ, വിശ്വാസത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ, എത്ര വലിയ ക്ഷാമം വന്നാലും, എത്ര വലിയ ഡിസാസ്റ്ററുകൾ വന്നാലും എൻ്റെ ഭവനത്തിൻ്റെ അകത്തൊന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. എൻ്റെ അകത്ത്, എൻ്റെ ഭവനത്തിനുള്ള ഓഹരികൾ ദൈവം കുറയ്ക്കത്തില്ല എന്നർത്ഥം. ഇന്ന് പകല് നമ്മുടെ ഭവനത്തിന്റെ അകത്തെ ഓഹരികളെ കുറയ്ക്കുവാനല്ല സ്വർഗം വന്നിരിക്കുന്നത്. ആമേ. എംപ്റ്റി ആയിട്ടുള്ള വെസൽസിന് അത് ഫിൽ ചെയ്യുവാനാണ് സ്വർഗത്തിൽ ദൈവം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എത്ര പേർക്കത് വിശ്വാസമുണ്ട്? എത്ര പേർക്കത് വിശ്വാസമുണ്ട്? ആമേക്ക എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് നീ എത്ര വലിയ നീ യുദ്ധശ്രുതികളൊക്കെ കേട്ടെന്ന് പറഞ്ഞാലും, എത്ര ചുറ്റുവട്ടം മുഴുവനും നീ എത്ര വലിയ പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങൾ ന്യൂസുകൾ ഞാൻ കേട്ടെന്ന് പറഞ്ഞാലും, എനിക്ക് വേണ്ടി കരുതിയ എൻ്റെ ഓഹരികൾക്ക് ദൈവം ഒരു നാളും കുറവരുത്തത്തില്ല. കാരണം ഞാൻ ആശ്രയിക്കുന്നത് ലോകത്തിലെ മനുഷ്യനോ, വ്യക്തികളെ, സുഹൃത്തുക്കളെ, ചാർച്ചക്കാരെ, ബന്ധുമിത്ര ദൈവദാസന്മാരെ അല്ല. ഞാൻ ആശ്രയിക്കുന്ന യേശുവിനെ, ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തെയാ. അങ്ങനെ നിന്റെ കുടുംബത്തിന്റെ അകത്തെ ഓഹരികൾ ഒരു നാളും ദൈവം കുറയ്ക്കത്തില്ല. ഇത് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുമ്പോൾ അതിനെ നിറയ്ക്കുവാണ് സ്വർഗം വന്നിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. കാനാന്റെ വിവാഹ കല്യാണത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വെള്ളം വീഞ്ഞായി മാറുമെന്ന്. നീ പ്രതീക്ഷിക്കത്തില്ല നാമേ വെള്ളം എപ്പോഴാ വീഞ്ഞായി മാറുന്നെന്നുള്ള കാര്യമാ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. പ്രതീക്ഷിക്കാത്ത എക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് കർത്താവിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. Hallelujah. When they find a shortage of serving waters, എന്ത് സംഭവിച്ചെന്നറിയാമോ? അവിടെ ഷോർട്ടേജ് ആയിരുന്നപ്പോൾ ഇത് കുറവാന്ന് പറഞ്ഞപ്പോൾ, വെള്ളം മാത്രമെന്ന് വിചാരിച്ചപ്പോൾ കർത്താവോടെ വന്നിട്ട് പറഞ്ഞു, ഇതിനെ നിങ്ങളെ വെള്ളം കാലിയായിട്ട് ഞാൻ പറഞ്ഞത് കാലിയായിട്ട് കിടന്ന പോട്ട് അതിനകത്ത് വെള്ളം നിറയ്ക്കുവാൻ കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിട്ട് ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ, ഇത് വീഞ്ഞായി മാറട്ടെ. കർത്താവ് തൊട്ടപ്പോൾ അത് വീഞ്ഞായി മാറിയെങ്കിൽ ഒരിക്കലും തീരാത്ത രീതിയിൽ ആ കല്യാണത്തിൽ ദൈവത്തിന്റെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ഒരിക്കലും പാത്രങ്ങൾ കാലിയാകാത്ത രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ വിശ്വസികൾ സ്വന്തം ചെയ്താട്ടെ. നിന്റെ ഭവനത്തിന്റെ അകത്ത് ഒന്നും കുറഞ്ഞു പോകുക എന്റെ യേശുവിന്റെ നാമത്തിൽ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുവദിക്കത്തില്ല എന്ന്. കാലിയായിട്ടുണ്ടെങ്കിൽ, പാത്രമുണ്ടെങ്കിൽ അത് വിശ്വാസത്തോടെ പറയണം, ദൈവം നിറച്ച സ്തോത്രം എന്ന് പറയണം. ഹല്ലേലൂയ. കാരണം അത് വിശ്വസിക്കുവാൻ തുടങ്ങുമ്പോൾ ആ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്, വിശ്വസിക്കുമ്പോൾ ആ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നതെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് കാനാന്റെ വിവാഹത്തിന് കർത്താവ് വരുമ്പോൾ കർത്താവ് വന്ന ശേഷം കർത്താവ് അവിടെ കാണുന്നത് പോട്ടെല്ലാം അവിടുത്തെ എല്ലാം കാലിയായിട്ട് കിടക്കുന്നത്. അവിടെ എവിടെ കാലിയായിട്ട് കിടക്കുന്നു അവിടെ കർത്താവ് ഉണ്ടെങ്കിൽ അവിടെ ഫുള്ളാവും. ഹല്ലേലൂയ. എവിടെ തീർന്നു കിടക്കുന്നു, എവിടെ ഒന്നുമില്ലെന്ന് പറയുന്നു, അവിടെ കർത്താവ് ഉണ്ടെങ്കിൽ അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് ചെയ്യുമോ. അത് നിറഞ്ഞ് കവിയുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ഈ ദിവസങ്ങൾ ചെയ്യാൻ പോകുക. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭാവിയുടെ ബന്ധത്തിൽ എവിടെ കാലിയായിട്ട് കിടക്കുന്നു അവിടെ സ്വർഗം ദൈവം നിറയ്ക്കാൻ പോവുക. ദൈവം ഈ ദിവസങ്ങൾ ചിലതിനെ നിറയ്ക്കാൻ പോവുക. ഹല്ലേലൂയ. ചിലതിനെ നിറയ്ക്കാൻ പോവുക സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൂതുകളെ ഏറ്റെടുത്തോണം. വിശ്വസിക്കുന്ന ദൂതുകളെ ഏറ്റെടുക്കണം. നിന്റെ കൂടെയുള്ളവരുടെ മഞ്ഞങ്ങൾ തീർന്നു പോകുമ്പോൾ, നിന്റെ കൂടെയുള്ളവരുടെ കാര്യങ്ങൾ തീർന്നു പോകുമ്പോൾ, എന്ത് തീർന്നു പോയാൽ നിന്റെ ഭവനത്തിന്റെ അകത്ത് സ്വർഗം എന്ന് വിളിച്ചു പറയുന്നു. നിന്റെ ഭവനത്തിന്റെ അകത്ത് ക്ഷാമം വരുക എന്റെ സ്വർഗം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ ശക്തമായിട്ട് ദൂതുകൾ വെളിപ്പെടുന്നത് നിന്റെ ഭവനത്തിന്റെ അകത്തൊന്നും കുറയത്തില്ല എന്ന്. ചിലതിനെ ദൈവം നിറയ്ക്കാൻ പോകുക. ചിലതിനെ ദൈവം നിറയ്ക്കാൻ പോകുക. എംപ്റ്റിനെസ് ദൈവം മാറ്റാൻ പോകുക. ദൈവം ചിലതിനെ ഫിൽ ചെയ്യാൻ പോവുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഫിൽ ചെയ്യാൻ പോകുന്നെങ്കിൽ, നമ്മളത് വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ദൈവം ഇന്ന് പകൽ ചിലതിനെ നിറയ്ക്കാൻ പോകുന്ന പകലാ. ഹല്ലേലൂയ. വിശ്വസിച്ചോണം, വിശ്വസിച്ചോണം. ദൈവം ചിലതിനെ നിറയ്ക്കാൻ പോവുക. സ്പിരിച്വലി ആൻഡ് നോൺ സ്പിരിച്വലി ദൈവം ചിലതിനെ നിറയ്ക്കാൻ പോവുക. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ
മന്ന കുറയത്തില്ല. ഇല്ല, കുറയത്തില്ല. ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ ഖാലിയായിട്ടാ കൊണ്ടുവന്നെങ്കിൽ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ മതി. അതിനെ നിറയ്ക്കുന്ന ജോലി കർത്താവ് ചെയ്തോളൂ. നമ്മൾ അവിടെ നിന്ന് സാക്ഷ്യം നമ്മൾ അവിടെ നിന്നാ മതി. We will testify what God is doing in our life in Jesus name. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ 25ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. I was young and now I am old, yet I have never seen the righteous forsaken or the children begging bread. 37ന്റെ 25ാമത്തെ വാക്യം. സങ്കീർത്തനം 37:25. അന്ന് വിശ്വസിക്കാൻ പറ്റുമോ? യേശുവിന്റെ നാമത്തില് ഈ വാക്യം ഭയങ്കര ഒരു എന്താ പറയുക, സ്ട്രൈക്കുന്ന ഒരു വാക്യമാ. ഞാൻ യങ്ങായിരുന്നു, ഇപ്പോൾ ഞാൻ പ്രായമായി. ഹല്ലേലൂയ. യങ്ങായിരിക്കുന്നെങ്കിൽ യങ്ങായിരിക്കത്തില്ല, പ്രൊസീജിയർ ഉണ്ട്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇൻഫന്റായി, ചൈൽഡായി, കിഡായി, ടീനേജറായി, യങ് ആയി, അഡൾട്ടായി, ഇങ്ങനെ അങ്ങ് പോകും. ഹല്ലേലൂയ. ഒരിക്കലും എപ്പോഴും നമുക്ക് യങ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ യങ്ങിന് ഓൾഡ് ആകുമ്പോഴും അവിടെയും കർത്താവിന്റെ വചനം പറയുന്നത് ഒരു നാൾ നമ്മളുടെ നീ പ്രായമായെങ്കിലും നമ്മൾ നീതിയോടെ ദൈവസ്വനിലായിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വേലകൾ ചെയ്ത് നിൽക്കണമെങ്കിൽ, ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്യുന്നെങ്കിൽ, നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പോയാലും തലമുറയുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ ദൈവം പൂർത്തീകരിക്കുമോ? യേശുവിന്റെ നാമത്തിൽ തലമുറകൾ ഒരു നാളും ആരുടെ മുന്നിൽ കൈ നീട്ടുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ തലമുറ ഒരു നാളും ഒരാളുടെ മുന്നിലും കൈ നീട്ടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. നീതിമാന്റെ തലമുറകളോ സന്തതികളോ നശിച്ചു പോകുവാനോ അവര് നിന്ദിക്കപ്പെടുവാനോ ദൈവം, സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നീതിമാന്റെ സന്തതികൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുവാന് സ്വർഗം അനുവദിക്കത്തില്ല എന്നർത്ഥം. ജോലി ടെമ്പററിയാ, ഭൂമിയിലുള്ള വാസം ടെമ്പററിയാ, പണം ടെമ്പററിയാ. ഇതിന്റെ പുറയിലോടാതെ നീ ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ ദൈവചലതനെ നിറയ്ക്കുവാൻ ദൈവശക്തനായ ദൈവമാ. തലമുറയോ കുടുംബമോ ആറമുറിൽ കൈ നീട്ടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല എന്നുള്ള കാര്യമാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലോകത്തിന് ഡിഗ്രികളും സർട്ടിഫിക്കറ്റ്സും ജോലികളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതൊന്നും എന്നെ സ്വർഗത്തിൽ എത്തിക്കത്തില്ല. എന്നെ സ്വർഗത്തിൽ എത്തിക്കുന്നത്, സ്വർഗത്തിലെത്തുമ്പോൾ സമാധാനത്തോടെ കർത്താവിന്റെ മുന്നിൽ പറയാം, അപ്പച്ച ഞാൻ അങ്ങേക്ക് വേണ്ടി അധ്വാനിച്ചു, ആമേൻ, അങ്ങേക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു, എന്റെ ഓട്ടം തികച്ചു. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ സാക്ഷ്യം, ഏറ്റവും വലിയ ആഗ്രഹം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ കർത്താവിന്റെ വചനം അത് വ്യക്തമായിട്ട് പറയുന്നത്, ഒരിക്കലും കൈ നീട്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല. വ്യക്തമായിട്ട് നീ തലമുറകൾക്ക്, നമ്മുടെ തലമുറകൾക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക് ജോലി ഇല്ലെങ്കിലും പ്രയാസപ്പെടേണ്ട. അവർ ഇതുവരെ ജോലി ഇല്ലാത്തവരും ദൈവത്തിന്റെ മുന്നിൽ മുട്ടുമടക്കിയവരും അവർക്ക് ഒരു നാളും ദൈവം ലജ്ജിക്കപ്പെടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എത്ര പേർക്ക് ആമേൻ സ്തോത്രം പറയാൻ പറ്റുമോ? എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ലജ്ജിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. 27ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, turn from evil and do good, then you will dwell in the land forever. ഒന്ന് വായിച്ചിട്ട് മലയാളത്തിൽ. മുഷിയല്ല. വ്യക്തമായിട്ട് വചനം പറയുന്നത് മുഷിഞ്ഞു പോകല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ മുഷിഞ്ഞു പോവാം. എന്തൊരു കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ മുഷിഞ്ഞു പോകും. നമ്മൾ മുഷിഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ മുഷിപ്പിക്കും.
അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നതിന്? മുഷിഞ്ഞു പോയ ദോഷത്തിനിടയാവും. ഹല്ലേലൂയ. മുഷിഞ്ഞു പോകുവാനല്ല സ്വർഗത്തിൽ ദൈവം നിന്നെ വിളിച്ചത്. ചിലപ്പോൾ ചില കാര്യതാമസങ്ങൾ, ഡിലേകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ അത് മുഷിഞ്ഞു പോകുവാനല്ല സ്വർഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു ഡിലേ വരുന്നെങ്കിൽ, ഒരു താമസം വരുന്നെങ്കിൽ, അതിൻ്റെ അർത്ഥം ദൈവം ചിലത് ചെയ്തുകൊണ്ടിരിക്കുക എന്നതിൻ്റെ അർത്ഥമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലത് ദൈവം ചില ശുശ്രൂഷയുടെ ബന്ധത്തിൽ നമുക്കൊരു വഴി തുറക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ മുഷിഞ്ഞു പോകല്ല. ജോലിയുടെ ബന്ധത്തിൽ വഴികൾ തുറക്കുന്നില്ലെങ്കിൽ മുഷിഞ്ഞു പോകല്ല. ബിസിനസ്സിന്റെ ബന്ധത്തിൽ വഴികൾ തുറക്കപ്പെടുന്നില്ലെങ്കിൽ മുഷിഞ്ഞു പോകല്ല. ഭാവിയുടെ ബന്ധത്തിൽ ഒരു വഴി തുറക്കപ്പെടുന്നില്ലെങ്കിൽ മുഷിഞ്ഞു പോകല്ല. മുഷിഞ്ഞ അനുഭവം നമ്മൾ ഇന്ന് പകൽ ഇവിടുന്ന് എടുത്ത് കളയണം. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ച് മുഷിഞ്ഞു പോകുവാനല്ല സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ അതിന്റെ മേലെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ചിലത് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഷിഞ്ഞു പോയി കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും, അല്ലേ? ആമേൻ. എന്ത് സംഭവിക്കും? മുഷിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളൊന്ന് ദൈവത്തിൽ നിന്ന് ദൂരെയാകും. നമ്മൾ ദൈവത്തെ വിസ്പർ ചെയ്യും, ദൈവത്തോട് പല കാര്യങ്ങൾ സംസാരിക്കും. ഉള്ള നന്മകൾ നമ്മൾ തട്ടിക്കളയുക. ഹല്ലേലൂയ. അത് നമുക്ക് ദോഷമായി ഫലിക്കുന്നത്. മുഷിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ദോഷമാകും എന്നുള്ള കാര്യം മറന്നു പോകല്ല. Wait and see what God will do in your world, in your life, in Jesus' name. Wait and see the wonders of Jesus Christ in your life. Wait and see how He will do the marvelous things in your life, in Jesus' name. Hallelujah, hallelujah. ഈ ക്ഷാമകാലത്തെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ നമുക്ക് ഒരാളിന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ ആകാറല്ല. സറാഫത്തിന്റെ വിധവ. ഹല്ലേലൂയ, ആമേൻ. പെട്ടെന്ന് എന്നെ ഓർമ്മിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഈ സറാഫത്തിന്റെ വിധവ എലൈജയുമായിട്ടുള്ള എൻകൗണ്ടർ, അല്ലേ? ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു എൻകൗണ്ടർ നടക്കപ്പെടുമെന്ന്. പ്രതീക്ഷിച്ചോ? പ്രതീക്ഷിക്കാത്ത ചില എൻകൗണ്ടറുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഡു യു ബിലീവ്? ആമേൻ. ക്യാ आप लोग विश्वास करते हो? ഹല്ലേലൂയ. പ്രതീക്ഷിക്കാത്തൊരു എൻകൗണ്ടർ ആയിരുന്നു എലൈജയും സറാഫത്തിന്റെ വിഡോ വുമൺ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എലൈജയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇസ്രായേലിലെ ഏറ്റവും വലിയ പവർഫുൾ പ്രവാചകനിൽ ഒരാളായിരുന്നു. ഹല്ലേലൂയ. അന്നല്ലയോ? എലൈജ എന്തു പറയുന്നു അത് തന്നെ സംഭവിക്കും. കാരണം എന്തെന്നറിയാമോ? അവൻ വിശ്വസ്തനായ ഒരു പ്രവാചകനായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അവൻ ക്രൂശ് ചുമന്നപ്പോൾ പ്രതീക്ഷിച്ചില്ല അപ്രത്യക്ഷമായി അവൻ്റെ കരങ്ങളിൽ ക്രൂശ് ചുമക്കുവാനുള്ള റെസ്പോൺസിബിലിറ്റി വരുമെന്നാണ്. മനസ്സിലായി കാണാം. എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയപ്പെടുന്ന അവൻ പ്രതീക്ഷിച്ചില്ല. ക്രൂശ് ചുമക്കുമ്പോൾ അവൻ ആ വേദനകൾ അനുഭവിക്കുമ്പോൾ ആ കർത്താവിനോട് ചേർന്ന് അവൻ അത് ക്രൂശ് ചുമക്കുമ്പോൾ അവൻ അറിഞ്ഞില്ല അവൻ്റെ തലമുറകൾ പിൻകാലത്ത് അനുഗ്രഹിക്കപ്പെടുമെന്ന്. ക്രൂശ് ആര് ചുമക്കുന്നു അവർ ആ തലമുറകൾ പിൻകാലത്തിൽ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ കർത്താവിൽ കർത്താവിൽ അവർ ഫേമസ് ആയി തീരു തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവർ ലോകം മുഴുവൻ അവർ അറിയപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഇവിടെയും സെയിം കാര്യമാണ് സംഭവിക്കുന്നത്, അല്ലേ? നമുക്ക് ഒരു വാക്യം വായിക്കാം. ഇത് ചാപ്റ്റർ 17 വേർഡ്സ് 1. എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് അഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. ഞാൻ പറഞ്ഞ അല്ലാതെ ഈ ആണ്ടില് മഞ്ഞും മഴയും. ഇന്നത്തെ ഈ ഒരു പ്രസന്റ് ടൈമിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഗഡ്സ് ആയിട്ട് പറയാൻ പറ്റുമോ? ഞാൻ പറയാതല്ലാതെ ഇവിടെ മഴയും മഞ്ഞും പെയ്യത്തില്ല എന്ന് എത്ര പേർക്ക് ഗഡ്സ് ആയിട്ട് പറയാൻ പറ്റും?
ആർക്കെങ്കിലും ഗഡ്സ് ആയിട്ട് പറയാൻ പറ്റുമോ? ആർക്കും ഗഡ്സ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ എലൈജ എവിടുന്നായിരുന്നു? എലൈജ ഏത് സ്ഥലത്ത് നിന്നായിരുന്നു? തിഷ്ബെ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ഇൻ ഗലിയാദ്. തിഷ്ബെ എവിടെ വരുന്നത്? ഗലിയാദ് എന്ന സ്ഥലത്ത് അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ബാലൻ എന്തിനാ ഞാൻ പറഞ്ഞല്ലാതെ മഴയും മഞ്ഞും പെയ്യത്തില്ല എന്ന് എലൈജ പറഞ്ഞത്? എലൈജ പറയുവാനുള്ള കാരണമുണ്ട്. ആ ആഹാബ് എന്ന, അതായത് ജെസുബെലിന്റെ ഭർത്താവായ ആഹാബ്, രാജാവ് ആഹാബ്, കിങ് ആഹാബ് എന്നറിയപ്പെടും. ആഹാബിന്റെ ആ രാജ്യ സമയത്ത്, ആ റൂളിംഗ് സമയത്ത് ആ ഒരു ദേശത്തില്ല അവിടെ വിഗ്രഹ ആരാധന അഥവാ ബാലിന്റെ ആരാധനകൾ അവിടെ എന്താ പറയുന്നത്, ബാലിന്റെ ആരാധനകൾ അവിടെ കണ്ടക്ട് ചെയ്യുവാനിടയായി. അവിടെ ബാലിന്റെ ആരാധനകൾ ഉയരപ്പെടുവാനിടയായി. അഥവാ വിഗ്രഹ ആരാധനയ്ക്ക് അതിന് പ്രയോറിറ്റി കൊടുക്കുവാനിടയായി. ആ സമയത്ത് അവിടെയുള്ള ഇസ്രായേൽ മക്കൾ വേറെ അതിനകത്ത് ഇൻവോൾവ്ഡ് ആയത്. അതായത് ആ സമയത്ത് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾ കുറവായിരുന്നു അന്നേരം. ഇതൊക്കെ കണ്ട് എലൈജ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഞാൻ പറയാതെ ഇവിടെ മഴയും മഞ്ഞും പെയ്യത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുറ്റും മുഴുവൻ വിഗ്രഹാരാധനകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എലൈജയിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അപ്പോൾ എലൈജ തിഷ്ബെ എന്ന് പറഞ്ഞ ഗലിയാദിന്റെ തിഷ്ബെ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തിയാ. ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെ സറാഫത്തിന്റെ വിധവയെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന 1 രാജാക്കന്മാർ 17:8 തൊട്ട് 24 വരെ കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. പക്ഷേ ആഹാബിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു സമയത്ത്, ആഹാബ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതൊരു ക്രൂഷ്യൽ ടൈം ആയിരുന്നു. എന്തോ സമയമായിരുന്നു? ക്രൂഷ്യൽ ടൈം ആയിരുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും കർത്താവിനെ ആരാധിക്കുവാനുള്ള ആ ഒരു വാഞ്ച ഉണ്ടല്ലോ, അത് ലോ ആയിട്ട് അവിടെ വിഗ്രഹാരാധനയ്ക്ക് അവർ പ്രയോറിറ്റി കൊടുത്തു. ഏകദേശം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന മാത്രമുള്ളായിരുന്നു അവിടെ. ആത്മാവിൽ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആരാധന അവിടുന്ന് ഉയരപ്പെട്ടിട്ടില്ല എന്നർത്ഥമാ. അവിടെ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഒരു വ്യക്തി പോലും തയ്യാറായില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്തെന്ന് അറിയാമോ? ബാൽ എന്ന് പറയുമ്പോൾ വിഗ്രഹാരാധന, അതിന്റെ അർത്ഥം ഫാൾസ് ഗോഡ്സിന്റെ ആരാധന. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ബാലിന്റെ ആരാധനകൾ, വിഗ്രഹാരാധനകൾ, അതായത് ഫാൾസ് ആയിട്ടുള്ള ആരാധനകൾ അവിടെ ഉയരപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ശ്രദ്ധ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ് പറയുന്നത്. എല്ലാവരും ഇത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ആ സമയത്ത്, അതായത് ഇന്നത്തെ ഈ ഒരു പ്രസന്റ് ടൈമിൽ വിഗ്രഹാരാധനകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, വിഗ്രഹാരാധനയിൽ സേവിക്കുന്ന ജനങ്ങൾ കൂടിയിരിക്കുമ്പോൾ, അത് ആ ഒരു സമയത്തായിരുന്നു എലൈജയുടെ സമയം എന്ന് പറയപ്പെടുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ സമയത്തും കുറച്ചു പേരേ ഉള്ളൂ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തികൾ. ഹല്ലേലൂയ. ആ സമയത്ത് ഓൾമോസ്റ്റ് ഇതെല്ലാം പോയിരുന്നു. ഹല്ലേലൂയ. ഈ പറയുന്ന ഇസ്രായേലൈറ്റ്സും വരെ അതിൽ പോയിരുന്നു. ഹല്ലേലൂയ. കാരണം ഇവര് വിഗ്രഹാരാധന ആരാധിച്ചില്ലെങ്കിൽ വിഗ്രഹാരാധനത്തിന് ഇൻഫ്ലുവൻസർ ആയിരുന്നത് ആരെന്നറിയാമോ? ആഹാബിന്റെ വൈഫായ ജെസുബേല ഈ വിഗ്രഹാരാധനയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ ഇടയായത്. ഹല്ലേലൂയ. എവിടെയോ ജെസബേലിന്റെ വാക്കുകൾ ആഹാബിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവിടെ വിഗ്രഹാരാധനകൾ മുഴുവൻ ഇടയായി. ഹല്ലേലൂയ. നീ ആരാധിക്കുകയും ചെയ്യുക. എത്ര വലിയ വിഗ്രഹാരാധനകൾ നമ്മുടെ ചുറ്റും ഉണ്ടായിക്കൊള്ളട്ടെ, നമ്മൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകല. നമ്മളെ വിടുവിച്ച ദൈവമുള്ള കാര്യം നമ്മൾ മറന്നു പോകല. അവരുടെ കൂടെ ചേരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നിന്നെ അവിടുന്ന് വ്യത്യസ്തമാക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീ അവരോട് ചേർന്ന് വിഗ്രഹാരാധന ആരാധിക്കുവാനല്ല, അവരോട് ചേർന്ന് പ്രസാദം കഴിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ വിശ്വാസത്തെ നീ കാത്തുകൊള്ളണം. ഹല്ലേലൂയ. മാറി നിൽക്കേണ്ടത് മാറി നിന്നോണം. ഹല്ലേലൂയ. വേണ്ടാത്ത വിഗ്രഹാരാധനയ്ക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. കൂട്ടിൽ വീണു പോവുകയും ചെയ്യില്ല. ഹല്ലേലൂയ. നമ്മൾ അറിയത്തില്ല, ഒരു സഹോദരൻ ഇവിടെ കൂടെ വന്നിട്ട് പറയും,
ഇതൊരു സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കരങ്ങളിൽ തരും. അറിഞ്ഞോ അറിയാതോ അവരാ പൂജിച്ചിട്ടാ അതിനെ തിരിച്ചു ഇവിടെ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അത് നമ്മളെ ഓട്ടോമാറ്റിക്കലി ബന്ധിക്കും. അതിനാ പറഞ്ഞത് വിഗ്രഹാരാധനത്തിന്റെ ബന്ധത്തിലുള്ള ഒരു ആഹാരമോ ഒരു നേർച്ച ചെയ്തിട്ട് അവർ നമുക്ക് തരുന്നതെങ്കിൽ അതിനെ ദൈവ കർത്താവിന്റെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം അതിനെ നമ്മൾ ഭക്ഷിക്കുവാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ സമയത്ത് അഹാബ് എന്തോ ഇതറിയാമോ, അഹാബ് എന്ന രാജാവ് എന്തോ ഇതറിയാമോ, ഏകദേശം 100ഓളം വരുന്ന പ്രീസ്റ്റുകൾ, അതായത് വിഗ്രഹാരാധന സേവിക്കുന്ന പ്രീസ്റ്റുകൾ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇവിടെ പൂജ അല്ലേ, അങ്ങനെ പണ്ഡിതന്മാരുണ്ടല്ലോ. അതുപോലെ തന്നെ ആ സമയത്ത് ഏകദേശം 100 പേര്, 100ന്റെ മേളിൽ 100 ഒരു മിനിമം കണക്കാണ് ഞാൻ പറയുന്നത്. പക്ഷെ മേ ബി അബവ് 100 ഇറ്റ് ക്യാൻ ബി. അങ്ങനെയുള്ള വ്യക്തികളെ അവൻ ഹയർ ചെയ്യുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനെന്നറിയാമോ, ടു കണ്ടക്ട് ദ സർവീസ്. അവൻ ആ ഏകദേശം 100ന്റെ മേലുള്ള ആൾക്കാരെ പ്രീസ്റ്റായിട്ട് അവൻ അപ്പോയിന്റ് ചെയ്യും. എന്തിനാ അപ്പോയിന്റ് ചെയ്തത്? സർവീസിന് വേണ്ടി. എന്ത് സർവീസിന് വേണ്ടി? വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ, ലീഡർഷിപ്പ് കൊടുക്കുവാൻ വേണ്ടി അവൻ ചില ആൾക്കാരെ അവൻ അപ്പോയിന്റ് ചെയ്തു. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാകെ ജീവനുള്ള ദൈവത്തെ കുറിച്ച് നീ സാക്ഷ്യപ്പെടുത്തേണ്ടതാ. ഓ റിബ ശലബ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്നെ അപ്പോയിന്റ്, നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാകില്ല, ആ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നേരമാ ഇങ്ങനെ ഇവിടെ ഒരു കാര്യം, അന്നേരമാ ഈ എലൈജ എന്ന പ്രോഫറ്റ് അവിടെ 3 വർഷത്തേക്ക് ഡ്രോട്ട് ഡിക്ലെയർ ചെയ്യുവാനിടയാകുന്നത്. ആ ലാൻഡ്, ഇസ്രായേലിന്റെ ലാൻഡിൽ ഡ്രോട്ട് ഡിക്ലെയർ ചെയ്യുവാൻ ഡ്രോട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ക്ഷാമം ഡിക്ലെയർ ചെയ്യുന്നത്. അടുത്ത 3 വർഷത്തേക്ക് നീ ക്ഷാമമാ. കാരണം അപ്പോൾ ഈ ആഹാബ് എന്ത് വിചാരിച്ചു? ആഹാബ് നമുക്ക് അങ്ങനല്ലേ, നമ്മളോട് ഒരു ദേവദാസൻ ഒരു ദൂത് പറഞ്ഞാൽ, ഒരു ആലോചന പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദേവദാസൻ വന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ എതിരെ സംഭവിക്കുക. നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ പറയും ഈ ദേവദാസൻ മുഖാന്തരം സംഭവിച്ചെന്ന് പറയും അല്ലേ. നമ്മൾ ആ ദേവദാസനെ മണ്ടേ കൊണ്ടിട്ട് ഇതുപോലെ ഒന്നും സംഭവിച്ചില്ല. ആഹാബ് എന്ത് വിചാരിച്ചു? ആഹാബ് വിചാരിച്ചു എലൈജ എന്ന പ്രവാചകൻ മുഖാന്തരമാ ഇവിടെ ക്ഷാമം വരാൻ പോകുന്നതെന്ന്. ഈ എലൈജയ്ക്ക് മനസ്സിലായി ഇവിടെ നീ ദൈവത്തിന്റെ ഒരു പണിഷ്മെന്റ് ഇസ്രായേലിന്റെ ലാൻഡിൽ കടന്നു വരാൻ പോകുന്നു. ഹല്ലേലൂയ. അതിനായി മുൻകൂട്ടി തന്നെ പറഞ്ഞത്, ഞാൻ പറയാ അടുത്ത 3 വർഷത്തേക്ക് അവൻ ക്ഷാമം ഡിക്ലെയർ ചെയ്യുക. കർത്താവ് ദൈവത്തിന് അറിയാം, ദൈവത്തിന്റെ സ്വന്തം ഇസ്രായേൽ അല്ലെ, ദൈവത്തിന്റെ സ്വന്തം ഏറ്റവും കർത്താവ്. നമ്മളൊക്കെ ജെന്റൈൽസുകളാണ്, നമ്മളൊക്കെ കർത്താവ് യഥാർത്ഥത്തിൽ ജെന്റൈൽസിൽ ഉൾപ്പെടുന്നവരാ. നമ്മൾ ഇസ്രായേൽ മക്കളിൽ പെടുന്നവരല്ല അല്ലെ. ആണോ? നമ്മൾ ഇസ്രായേൽ മക്കളിൽ പെടുന്നവരാണോ? അല്ല, നമ്മൾ ജെന്റൈൽസുകളാണ്. അതായത് ഇസ്രായേലിന്റെ പുറത്തുള്ളവരാ. വി ആർ ഔട്ട്സൈഡേഴ്സ്, നോട്ട് ഇൻസൈഡേഴ്സ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? we are outsiders, we cannot be insiders. അതുകൊണ്ടാ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ തന്റെ ജനം അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവം ഇൻസൈഡറിനെ വിട്ടിട്ട് ഔട്ട്സൈഡേഴ്സിനെ തെരഞ്ഞെടുക്കും. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട്? ദൂത് ആമേൻ. എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ആമേൻ. സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് എനിക്ക് ഓടിച്ചു വിടാൻ പറ്റുമോ? പക്ഷെ മനസ്സിലാക്കിക്കോണം, ആമേൻ, നീ ഔട്ട്സൈഡർ ആയോണ്ട് ദൈവം നിന്നെ തെരഞ്ഞെടുത്തെന്ന്. നിന്നെ കുറിച്ച് ദൈവത്തിന് നേരത്തെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിന്നെ ദൈവം തെരഞ്ഞെടുത്തത്. സ്വന്തം ജനത്തെ, സ്വന്തം മക്കളെ ദൈവം വിട്ടിട്ട് നമ്മളെ തെരഞ്ഞെടുത്തതാ. ഈ വിധവയായ സ്ത്രീയോട് ചോദിച്ചാല്, വിധവയായ സ്ത്രീ ഇസ്രായേലിന്റെ ഒരു ഭാഗം പോലല്ലായിരുന്നു. She was outsider in Jesus' name. വെളിയിലുള്ളവളായിരുന്നു അവള്. ഹല്ലേലൂയ, ആമേൻ.
ആമേനില്ലല്ലോ, സ്തോത്രമില്ലല്ലോ, ഹല്ലേലൂയയില്ലല്ലോ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പുറത്ത് അകത്തുള്ളവന് ആമേൻ നീ ഒന്നും സ്കോപ്പില്ലെന്ന് വിചാരിച്ചപ്പോൾ, അകത്തൊന്നും ചെയ്യുവാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചപ്പോൾ, ഒന്നും മനസ്സിലാക്കത്തില്ലെന്ന് വിചാരിച്ചപ്പോൾ, ഒരു ഔട്ട്സൈഡർ ഒരുവളെ ദൈവം തെരഞ്ഞെടുക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ചില ഔട്ട്സൈഡേഴ്സിനെ ദൈവത്തിന് ദിവസങ്ങൾ ആവശ്യമുണ്ട്. ചില ഔട്ട്സൈഡേഴ്സിനെ ദൈവം തെരഞ്ഞെടുക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ചിലവരെ തെരഞ്ഞെടുക്കുന്ന നാളുകൾ മുന്നിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ പറഞ്ഞ എലൈജ എന്ത് ചെയ്തു? അഹാബ് എന്തോ എല്ലാ കാര്യങ്ങളും എലൈജ മുഖാന്തരം വരുന്നെന്ന് പറഞ്ഞ് എലൈജയുടെ ആദ്യത്തെ യാത്ര തുടങ്ങുന്നത് ബ്രൂക്ക് എന്ന സ്ഥലത്ത്. ഹല്ലേലൂയ. ബ്രൂക്ക് അല്ലെ, ആ സ്ഥലത്ത് ആദ്യം എത്തുന്നത്. ഹല്ലേലൂയ. അവിടെ ചെന്നെത്തിയ ശേഷം അവിടുന്ന് പിന്നെ കർത്താവ് അവിടുന്ന് തുടങ്ങുന്നു അവന്റെ അടുത്ത ജേർണി, ദ സെക്കൻഡ് ജേർണി ടു സറഫത്ത്. ആമേൻ. സറഫത്തിലോട്ടുള്ള യാത്ര അവിടുന്ന് ആരംഭിക്കുന്നു. അവിടുന്ന് തുടങ്ങുന്നു ഒരു യാത്ര അവിടുന്ന് ആരംഭിക്കുന്നു. പക്ഷെ ഇവിടെ ബ്രൂക്കിൽ വന്ന ശേഷം ഇവിടെ പ്രത്യേകമുള്ള കാര്യമൊന്ന് ശ്രദ്ധിച്ചോണം. നമ്മളായിരുന്നെങ്കിൽ തുണിയും എടുത്ത്, നിക്കറും എടുത്ത്, ബനിയനും എടുത്ത്, സോക്സും എടുത്ത്, ഷൂസും എടുത്ത് നമ്മൾ യാത്ര തിരിക്കാനേ. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ആദ്യം ലൈനൊക്കെ ചെയ്തിട്ട് പാൻറ്റൊക്കെ ഷർട്ടും എടുത്തിട്ട്, നീ കർത്താവ് പറഞ്ഞല്ലേ നീ അവിടെ ചെന്നിട്ട് ഒന്നും കിട്ടത്തില്ലല്ലോ, എന്നാൽ പിന്നെ മൊബൈലൊക്കെ ചാർജറൊക്കെ എടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ജുഗാട് കറിക്ക് എന്തെങ്കിലും ജുഗാട് ഞാൻ നോക്കിയാണ് അല്ലേ. പക്ഷെ എലൈജ അതിന് നിന്നില്ല. എലൈജ ടിഫിനും എടുത്തില്ല. എലൈജ അവന് വേണ്ടി ആഹാരം ഉണ്ടാക്കില്ല. പിന്നെയോ അവനെ അയച്ചവൻ അവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി കരുതുമാ. ഓ, ഞാൻ നിനക്ക് വേണ്ടി കരുതുമാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിനക്ക് വേണ്ടി ചിലത് കരുതും. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ദൂത് ഇങ്ങനെ തന്നെ വെളിപ്പെടുന്നു, ഞാൻ നിനക്ക് വേണ്ടി ചിലതിനെ കരുതുമെന്ന്. എങ്ങനെ വരുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. നിന്റെ കരങ്ങളിൽ ചിലത് ഭദ്രമായി ദൈവം ചിലത് എത്തിക്കാൻ പോകുക. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലത് ദൈവം ഭദ്രമായി നമ്മുടെ കരങ്ങളിൽ സ്വർഗം ഏൽപ്പിക്കാൻ പോകുന്ന നാളുകൾ മുന്നിലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എലൈജയ്ക്ക് ഫുഡ് കൊണ്ടുവന്നത് ആരെയാണെന്നറിയാം? കാക്ക. പക്ഷെ ഇതിനൊരു പ്രത്യേകമുണ്ട്, അൺക്ലീൻ. ഇതൊരു അൺക്ലീൻ ബേർഡ്. കച്ചവടം കണ്ടാലും അവിടെ ഇതെടുത്തോണ്ട് പോകുന്നത് അല്ല, അൺക്ലീൻ ബേർഡ് എന്നാണ് വ്യക്തമായിട്ട് പറയുന്നത് അല്ലേ. അങ്ങനെ ഒരുള്ള പക്ഷിയെ സ്വർഗത്തിലെ ദൈവം അപ്പവും മീറ്റുമായിട്ട് അല്ലെ, ബ്രെഡ് ആൻഡ് മീറ്റുമായി സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനായ എലൈജയ്ക്ക് വേണ്ടി അയക്കുന്നു. രാവും പകലും അവൻ പട്ടിണി കിടക്കാതെ ദൈവം അവന് നോക്കുന്നു. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ കാര്യത്തെ നോക്കിയാൽ ദൈവം നിന്റെ കാര്യം നോക്കും. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ കാര്യം നോക്കിയാൽ നിന്നെ പട്ടിണി കിടത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകലിൽ നിന്നെ ദൈവം നോക്കുന്നെങ്കിൽ, നീ ദൈവത്തിന്റെ കാര്യം നോക്കുന്നെങ്കിൽ ദൈവം നിന്റെ കാര്യം നോക്കുന്ന, അതിന്റെ അർത്ഥം നിന്നെ പട്ടിണി കിടത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന്. രാവും പകലും, ഡേ മോർണിംഗ് ആൻഡ് ഈവനിങ്ങിൽ രണ്ടു നേരം അവന് വേണ്ടി ഭക്ഷണം ദൈവം ഒരുക്കെങ്കിൽ, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചില കാക്കകളെ അയച്ച് ദൈവം ചിലത് ഒരുക്കാൻ പോകുന്ന നാളുകൾ മുന്നിലുണ്ടെന്നുള്ള കാര്യം പരിശുദ്ധാത്മ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു. ഇന്ന് പകൽ ഏറ്റെടുക്കുക. നിങ്ങൾക്ക് വേണ്ടി ചിലത് ദൈവം കരുതുന്ന ആളുകൾ മുന്നിലുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എലൈജ ഇങ്ങനൊരു കാക്കയെ ദൈവം അയക്കുമെന്ന. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മനസ്സിലാക്കിയോണം. എക്സ്പെക്ടഡ് ദ അൺഎക്സ്പെക്ടഡ് എന്ന്. ഹല്ലേലൂയ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാക്ക അയക്കുമെന്ന്. ഈ കരയുന്ന കാക്ക ഭദ്രമായി അവന്റെ കരങ്ങളിൽ എത്തിക്കുന്നു എന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അവൻ കാക്കയെ കണ്ടപ്പോൾ മനസ്സിലായി അവന് വേണ്ടിയുള്ള ആഹാരം സ്വർഗത്തിലെ ദൈവം അയച്ചിട്ടുണ്ട് എന്ന്. നിനക്ക് വേണ്ടി നിന്നെ പട്ടിണി കിടക്കുവാണ്. ക്ഷാമകാലത്തല്ല, ഒരു നാളും സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകല്ലോ. യേശുവിന്റെ നാമത്തില്ല.
യേശുവിന്റെ നാമത്തില് ഭദ്രമായി എവിടെ എത്തുന്നോ അവിടെ കാക്ക കൊണ്ടെത്തിച്ചു. അവിടെ ബ്രെഡും മീറ്റും എത്തി. അത് കഴിഞ്ഞിട്ട് അടുത്ത യാത്രയ്ക്ക് നീ തയ്യാറായിക്കോ എലൈജ. ഏലിയാവൻ, നിനക്കൊരു അടുത്ത യാത്രയുണ്ട്. നീ ഇവിടെ കൊണ്ട് അവസാനിക്കേണ്ടിയല്ല. ഇവിടെ ആമേൻ, ഇവിടെ നിന്ന് ഡ്രൈ ആയി പോലെ അടുത്ത യാത്രയ്ക്ക് ദൈവം അവനെ ഒരുക്കുക. ആമേൻ. ഇവിടെ എവിടെ ഡ്രൈ ആകുന്നു അതിന്റെ അർത്ഥമായി മനസ്സിലാക്കിക്കോണം, അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടി നമ്മളെ ദൈവം ഒരുക്കുക. ആമേൻ. Be ready for the next journey in Jesus' name. അവന്റെ അവിടെ കാക്കയുടെ വരവ് അവസാനിച്ചപ്പോൾ, അവിടെ ഡ്രൈഡ് അനുഭവമായി പോലെ അടുത്ത യാത്ര സ്വർഗം ചിലവർക്ക് വേണ്ടി ഒരുക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില യാത്രകൾ ദൈവം ഒരുക്കാൻ പോകുക. ആമേൻ. ഡ്രൈഡ് അനുഭവം എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്തൊരു അനുഭവം. ഇതുവരെ കാക്ക വന്നു, ബ്രെഡ് കിട്ടി, മീറ്റ് കിട്ടി, എല്ലാം കിട്ടി, കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഒന്നും ഇല്ല. നീ ഒന്നുമില്ല. അതിൻ്റെ ഇന്നത്തെ ഒരു പ്രസന്റ് ടൈം വെച്ച് പറഞ്ഞാൽ ജോലിയില്ല, പണമില്ല, പൈസയില്ല, ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം അടുത്ത ഒരു ജർണിക്ക് ദൈവം നിന്നെ തയ്യാറെടുക്കുക. You are going to be ready for the next journey in Jesus' name. എപ്പോൾ എങ്ങനെ എന്ന് കർത്താവ് ദൈവം കൽപ്പിക്കുമ്പോൾ നീ തയ്യാറായിക്കണം അടുത്ത ഒരു ജർണിക്ക് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ ഈ സെറാഫത്തിന്റെ വിധവയ്ക്കുള്ള നീ അടുത്ത യാത്ര എങ്ങോട്ടാന്ന് അറിയാമോ? സെറാഫത്ത് എന്ന രാജ്യസ്ഥലത്തോട്ട്. ഇറ്റ്സ് എ വില്ലേജ്. ആമേൻ. ഇന്ന് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത് ലെബാനൻ എന്ന രാജ്യത്തിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? ഇത് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന അറിയാമോ? ഇഫത്ത് എന്ന സ്ഥലം ഇന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത് ലെബാനൻ എന്ന സ്ഥലത്ത് രാജ്യത്തല്ല ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണ്ടോ? ലബാൻ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ പുറത്താണ്, ഇസ്രായേലിന്റെ അകത്തല്ല. ഇത് വേറൊരു രാജ്യമാണ്. അങ്ങോട്ടത്തേക്കുള്ള ഒരു യാത്ര, അതായത് ഒരു രാജ്യം വിട്ട് അടുത്ത രാജ്യത്തിലോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ഏലിയാവിനെ ദൈവം ഒരുക്കുക. ഇവിടെ ഇരിക്കുന്നവർ ചിലവർ ഒരു രാജ്യത്തിന് അടുത്ത രാജ്യത്തിലോട്ടുള്ള ചില യാത്രയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോകുക. പ്രാർത്ഥിച്ചോണം. വരും ദിവസം എപ്പോൾ എങ്ങനെ സംഭവിക്കുന്നോ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ഗൈഡ് ചെയ്യും. പക്ഷെ ചില യാത്രയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിക്കണം. ചില യാത്രകൾക്ക് വേണ്ടി അടുത്ത രാജ്യത്തിന് വേണ്ടി ആമേൻ സെറാഫത്ത് എന്ന രാജ്യം ദൈവം സ്ഥലം ദൈവം ഏലിയാവിന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ നിന്നെ അടുത്ത പട്ടണത്തിൽ അയക്കുന്നതിന് മുന്നേ ദൈവം ചില രാജ്യങ്ങളെ ദൈവം വെളിപ്പെടുത്താൻ പോകുക. ആമേൻ. വെളിപ്പെടുത്തിയിട്ട് ദൈവം അയക്കത്തുള്ളൂ. ഹല്ലേലൂയ. നീ അവിടെ പറയാം, നീ അവിടുന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത യാത്ര അവിടുന്ന് തുടങ്ങുക. ആമേൻ. ബ്രൂക്കിന്ന് യാത്ര തുടങ്ങുക. അതൊന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 2-6 വരെയുള്ള വാക്യത്തിൽ ആമേൻ അവന്റെ യാത്രയിൽ ആദ്യത്തെ യാത്രയെ കുറിച്ച് നമുക്ക് വായിക്കാം. 17 words 8-9 ഇവിടുന്ന് തുടങ്ങുന്നു അവന്റെ യാത്ര. സെറാഫത്തിലോട്ടുള്ള യാത്ര തുടങ്ങുന്നു. ഒന്ന് വായിച്ചാട്ടെ. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അവിടെ ദൈവം വ്യക്തമായിട്ട് ഏലിയാവിനോട് പറയുക. എന്തോ പറയുന്നത്? ഒരു ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്തോ കൊടുത്തിരിക്കുന്നത്? ഞാൻ അവിടെ ഒരു വിധവയെ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ആഹാരം വേണ്ടിയത്, നിനക്ക് നീ ഉള്ള ആഹാരത്തിന് ഞാൻ അവിടെ അവരെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടത്തെ കഴിഞ്ഞു. അപ്പൊ നീ അടുത്ത ദൈവം വ്യക്തമായിട്ട് പറയും, നീ അവിടെ ചെല്ല, നീ അടുത്തുള്ള ആഹാരം നീ അവിടെ എവിടാ? സെറാഫത്തില. ഹല്ലേലൂയ. നീ അവിടെ ചെന്നാൽ മതി. അവിടെ നിനക്ക് വേണ്ടി ഞാൻ വിധവയെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തെ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ഏത് രാജ്യത്തിൽ പോകുന്നോ അവിടെ നീ എത്തുന്നതിന് മുന്നേ നിനക്ക് വേണ്ടി ചില കുടുംബങ്ങളെ ദൈവം ഒരുക്കി വെക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളെ ദൈവം ഒരുക്കി വെച്ചിട്ട് ചില രാജ്യങ്ങളിലെ ദൈവം നിന്നെ അയക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകല്ലേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. 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 എല്ലാവരും ആക്റ്റീവായിട്ടുണ്ടോ? ഹല്ലേലൂയ. എല്ലാവരും ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ ആമേനോ പ്രാർത്ഥനയോടായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ സെറാഫത്ത് എന്ന രാജ്യം ഏൻഷ്യൻ സെറാഫത്ത് ഓൾസോ സ്പെൽഡ് സറാപ്ത എന്ന് അറിയപ്പെടുമായിരുന്നു. സറാപ്ത എന്ന് അറിയപ്പെടുമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇത് എവിടെ വരുന്നത് അറിയാമോ? കോസ്റ്റൽ വില്ലേജ് ബിറ്റ്വീൻ ടൈർ ആൻഡ് സിഡോൺ ഇൻ മോഡേൺ ഡേയ്സ് ലെബാനൻ. ലെബാനിൽ ഇന്നത്തെ ഈ പ്രസന്റ് ടൈമിൽ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ലെബാനൻ എന്ന രാജ്യത്തിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് വരുന്നത് എവിടെയാണെന്ന് അറിയാമോ? ടൈർ ആൻഡ് സിഡോൺ എന്ന പറഞ്ഞ
വില്ലേജിന്റെ ഇടയ്ക്കായിട്ട് വരും. ഇത് പക്ഷേ ഇത് ജെസബേലിന്റെ ഒരു പ്രത്യേകമുണ്ട്. ഇത് ജെസബേലിന്റെ ഹോംലാൻഡാ. ഇത് ആരുടെ ഹോംലാൻഡാ? ജെസബേൽ എന്ന രാജ്ഞിയുടെ ഹോംലാൻഡ്. ഹല്ലേലൂയ. അത് അവിടെ ഇവിടെ മൊത്തം കാണുവാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇവിടെ മുഴുവനും ബാലിന്റെ ആരാധന മാത്രമേ നമുക്ക് കാണുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മോഡേൺ സിറ്റി, ഇന്നത്തെ ഈ ഒരു മോഡേൺ സിറ്റിയെ സറാഫൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടും. സൗത്ത് ഓഫ് സിദോൻ ഇൻ ലബാനൻ. ലബാനിന്റെ സിദോൻ എന്ന സൗത്ത് സോണിൽ അറിയപ്പെടും ഈ ഇന്നത്തെ ഈ അപ്പോൾ ഇവിടെ ഒരു കാര്യോടൊന്ന് വായിക്കാം. അപ്പൊ എന്തിനെ എലൈജ ആ വിധവ എന്ന സ്ത്രീയുടെ അവിടെ അയക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 25-ാം അധ്യായം 26 വാക്യം 25-26 വാക്യം ഒന്ന് വേഗം ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 25 വാക്യം വായിച്ചാട്ടെ. ആകാശം 3 ആണ്ടും 6 മാസവും അടവിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇസ്രായേലില് എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്ക് അല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അവിടെ ഒത്തിരിയും വിഡോവേഴ്സ് ഉണ്ടെങ്കിലും അവിടെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ അകത്താണ് ദൈവം തന്റെ ദാസനെ ദൈവം അയക്കുന്നത്. അത്രയും കുടുംബങ്ങളുണ്ടെങ്കിലും അത്രയും വിധവന്മാരുണ്ടെങ്കിലും ദൈവം അയക്കുന്നത് സറാഫത്തിലെ ഒരു കുടുംബത്തിനകത്തായെന്ന്. യേശുവിന്റെ നാമത്തിൽ വേറെ എങ്ങും എലൈജയോട് പോകുവാൻ പറഞ്ഞില്ല, വേറെ കുടുംബത്തിൽ കയറുവാൻ പറഞ്ഞില്ല, അവിടെ ചെന്ന് ഭക്ഷിക്കുവാൻ പറഞ്ഞില്ല. വ്യക്തമായിട്ട് ഈ ഒരു വിധവയ്ക്ക് വേണ്ടി ദൈവത്തിന് ചില പദ്ധതി ഉണ്ടായിരുന്നു. യേശുവിന്റെ നാമത്തിൽ അതിനെ കർത്താവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഒരു വ്യക്തി പ്രത്യേക കാര്യമുണ്ട്. അവര് ദൈവത്തെ റിജക്ട് ചെയ്ത് ദൈവത്തെ റിജക്ട് ചെയ്യുക മാത്രമല്ല ലാക്ക് ഓഫ് ഫെയ്ത്തും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ക്ഷാമങ്ങളൊക്കെ വന്നപ്പോഴും ദൈവം, ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ക്ഷാമങ്ങൾ വന്നാലും നിനക്ക് വേണ്ടി കരുതേണ്ട ദൈവം നിനക്ക് വേണ്ടി ചിലതിനെ കരുതാൻ പോകുക. ഹല്ലേലൂയ. നിനക്കുള്ള മഞ്ഞകൾ ദൈവം കുറയ്ക്കത്തില്ല എന്നുള്ള അർത്ഥമാ. ഇന്ന് പകൽ വിശ്വസിക്കുന്ന കരങ്ങൾ അടിച്ചു കത്താൻ സ്തോത്രം എടുക്കുകയാണ്. ഹല്ലേലൂയ. 17-ാം അധ്യായം 10-16 വാക്യം വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകാം. അപ്പൊ അവിടെ കാണിക്കുന്നത് the widow of Zarephath divine appointment ആണ്. അവിടെ ചെന്ന് എലൈജ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് എലൈജ ഈ വിധവയായ സ്ത്രീയെ കാണുന്നു. അന്നേരം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? she was gathering a stick അല്ലെ? she was gathering a stick. ആ സമയത്ത് she was gathering a stick. വടികളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എലൈജ അവിടെ എത്തിച്ചേരുന്നത്. അഥവാ അവിടെ ചെന്ന് കയറുന്ന പ്രവേശിക്കുന്ന സമയം. ആ സമയത്ത് അന്നേരം എലൈജ അവിടെ ഒരു കാര്യം ചോദിച്ചു. നിങ്ങളുടെ കരങ്ങളിലില്ല, നിങ്ങൾക്ക് ഒരു ബ്രെഡും ഒരു വെള്ളമുണ്ടോ എന്ന കാര്യം എലൈജ ചോദിച്ചപ്പോൾ ആ വിധവയായ സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇച്ചിരി എണ്ണയും ഇച്ചിരി ഫ്ലോറും ഉണ്ട്. അന്നേരം പറഞ്ഞു, അത് മാത്രം എനിക്ക് തരാൻ വേണ്ടി എലൈജ പറഞ്ഞു. ഹല്ലേലൂയ. അതിൽ ഉണ്ടാക്കി തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. എത്രയുണ്ടോ അത്രയും എനിക്ക് തന്നാ മതി എന്ന് ഇവിടുത്തെ വിധവയായ സ്ത്രീ എലൈജയ്ക്ക് മുൻപേ ദൈവം വെളിപ്പെടുത്തിയതുപോലെ ഇവിടെ വിധവയായ സ്ത്രീയുടെ കരങ്ങളിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഒന്നുമില്ല ദൈവത്തിന്റെ ദാസന് കൊടുക്കുവാന്, പക്ഷേ എനിക്ക് ഉള്ളതിന്റെ ഭാഗം ഞാൻ ചിലത് ഞാൻ കൊടുക്കാൻ പോകുക. ആമേൻ. വിശ്വാസത്തിന്റെ മുൻപിൽ ഞാൻ അത് കൊടുക്കാൻ പോകുക. വിശ്വാസത്തിന്റെ മുൻപിൽ അത് ഞാൻ ഇറക്കാൻ പോകുക. വിശ്വാസത്തിന് മുൻപിൽ ഞാൻ അത് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? എലൈജയുടെ ഒരു വാക്കിന്റെ മുന്നിൽ അത് സംഭവിച്ചത് അല്ലേ? എലൈജയുടെ വാക്കിന് മുന്നിൽ അത് സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ച് അതിന് മുന്നേ വിധവയായ സ്ത്രീയും തന്റെ മകനും ആൽബദ്ധം മരിക്കാൻ വേണ്ടി പ്രാണന് വിടുതലിന് വേണ്ടി ദൈവം ചെലവൻ അയക്കുന്നത്. ജീവൻ എടുക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ചിലതിനെ വിടുവിച്ചെടുക്കുവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം തന്റെ ദാസനായ ഏലിയാവിനെ അയച്ച് അവർക്ക് വേണ്ടിയുള്ള വിടുതൽ ദൈവം അയക്കുക. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അങ്ങനെ ഏലിയാവ് അവിടെ വന്നു. ഏലിയാവ് ചോദിച്ചത് കൊടുത്തു. പിന്നെ അവർ മൊത്തം റണ്ണിങ് ഔട്ട് ഓഫ് ദ ഫ്ലോർ ആൻഡ് ഓയിൽ ഇൻ ജീസസ് നെയിം. പക്ഷേ ഒരു കാര്യം മറന്നു പോകില്ല. ആ ദൈവത്തിന്റെ ദാസന് കൊടുക്കേണ്ടത് കൊടുത്തപ്പോൾ അവരുടെ മന്ന ദൈവം നിറച്ചു. ഹല്ലേലൂയ. ആ ക്ഷാമം തീരുന്നവരെ അതിന് ഒരു നാളും ഒരു കുറവ് വരുത്തുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല എന്നർത്ഥമാ. ഓ റബ ശലബ തൊലബ. എല്ലാവരും ശ്രദ്ധയോടായിരിക്കണം. ഹല്ലേലൂയ. ഒരു നാളും ആമേൻ ആ ക്ഷാമം തീരുന്നവരെ അതിന് കുറവ് ദൈവം വരുത്തിട്ടില്ല എന്നർത്ഥം. ആ ക്ഷാമം തീരുന്നവരെ അവർക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഹല്ലേലൂയ. ദൈവം അവർക്കൊരു ബുദ്ധിമുട്ടും ദൈവം കൊണ്ടുവരുത്തില്ല. ഹല്ലേലൂയ. നീ ഉള്ളത് കൊടുക്കുവാൻ തയ്യാറെങ്കിൽ അതിനെ ദൈവം നിറയ്ക്കും. അത് ക്ഷാമകാലത്ത് തീരത്തില്ല. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിൽ ചാകര ദൈവം നടക്കാൻ പോകുക. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. God is going to fill you. God is going to bless you in Jesus' name. ഹല്ലേലൂയ. ഈ സറാഫത്തിന്റെ കാര്യത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്ഷാമകാലത്ത് ദൈവം പോറ്റിയ ഒരാള്. ഹല്ലേലൂയ. ദൈവം കൈവിടാത്ത ഒരാള്. തന്റെ മകൻ ഏകദേശം മരിക്കുവാനിടെ ഓൾമോസ്റ്റ് ഡെത്തിലോട്ടായിപ്പോൾ ഏലിയാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഏലിയാവ് തന്റെ കരം വെച്ച് 3 തവണ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ അന്ന് ജീവനില്ലാത്തവന് ജീവൻ ദൈവം കൊടുത്തു. ആമേൻ. ഓ റിവ ശല തലബ 3 തവണ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, എന്റെ ഭവനത്തിൽ വന്നിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത് വെറും സാധാ മനുഷ്യനല്ല, ഇവനൊരു ദൈവദാസനാ. അപ്പോൾ എന്ത് സംഭവിച്ചാലും ദൈവദാസന്മാർ ആരെങ്കിലും കയറി വരുമ്പോൾ നമ്മളെ ഉള്ളത് കൊടുത്തോണം. ഹല്ലേലൂയ. ഇല്ലാത്തത് കൊടുക്കല്ല. അമ്മേ ഉള്ളത് കൊടുത്തോണം. അമ്മേന എപ്പ ആരെവിടെ കയറി വന്നാലും ഇല്ലാത്തത് നമ്മൾ ഉള്ളതുപോലെ കൊടുത്തോണം. ഹല്ലേലൂയ. പക്ഷെ അത് പൂർണ്ണ മനസ്സോടെ കൊടുക്കണം. അപ്പൊ ദൈവം ദൈവം നിന്റെ വിടുതലിന് വേണ്ടിയാ ചിലവരെ നിന്റെ ജീവിതത്തിൽ അയക്കുന്നുള്ള കാര്യം മറന്നു പോകല്ല. അവിടെ വേണമെങ്കിൽ ദൈവത്തിന് വേറെ കുടുംബത്തിൽ അയക്കാം, വേറെ ഭവനത്തിൽ അയക്കാം. പക്ഷെ ഒരു നാളും സ്വർഗത്തിലെ ദൈവം അവിടെ അയക്കാതെ നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ തന്നെ അത് വന്ന് കയറും എന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകല്ല. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിലാ. Hallelujah. Amen. Why God must send Elijah to a poor widow? Because God doesn't depend on wealth or status, but obedience in faith. Amen. ദൈവം ഒരിക്കലും വെൽത്തിലോ സ്റ്റാറ്റസിലല്ല ദൈവം പ്രസാദിക്കുന്നല്ല, ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ എവിടെ അമ്മൻ എന്തിനാ വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അനുസരിക്കുന്നവളായിരുന്നു. She was obedient and she was having a faith in Christ in Jesus' name. ഇസ്രായേൽ ഇല്ലാത്തൊരു വിശ്വാസം, ഇസ്രായേൽ ഇല്ലാത്ത ഒരു ഒബീഡിയൻസ് അവളുടെ അകത്തുണ്ടായിരുന്നു എന്നർത്ഥം. യേശുവിന്റെ നാമത്തിൽ നമ്മളുടെ ഉള്ളിൽ ഒബീഡിയൻസ് ഉണ്ടെങ്കിൽ, നമ്മളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ചിലതിന് അയക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട മകൻ തിരിച്ച് ജീവിതത്തിലോട്ട് വന്നു. ദൈവം മടക്കി കൊടുത്തു. ഹല്ലേലൂയ. അത് മാത്രമല്ല ദൈവം സകലതും ദൈവം നിറയ്ക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. റിസറക്ഷൻ ഓഫ് വിഡോസ് സൺ. 1 രാജാക്കന്മാർ 17-24 വരെയുള്ള വാക്യം മൊത്തം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. എലൈജ എന്ത് ചെയ്തു? തന്റെ കരത്തെ നീട്ടി ആ മകൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ മകൻ പിന്നെയും ലൈഫിൽ തിരിച്ചു വരുവാൻ ഇടയായി. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അവിടെ വിധവയായ സ്ത്രീ അവിടെ അവസാനിക്കുന്നില്ല. 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, and now I know you are a man of God. എനിക്കിപ്പോ മനസ്സിലായി നീ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയും മനസ്സിലാകുവാൻ ഇടയായി. ഹല്ലേലൂയ. പക്ഷെ അവിടെയും കർത്താവിന്റെ ഒരു വാക്ക് ഇങ്ങനെ പറയുന്നു, a widow obeyed God's way through a prophet. അവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റിന്റെ കാര്യം ആ വിധവയായ സ്ത്രീ ദൈവത്തിന്റെ ദാസന്റെ വാക്കിനെ അനുസരിച്ചു. ഹല്ലേലൂയ. ആ പ്രവാചകന്റെ വാക്കുകളെ അനുസരിച്ചു. അവളുടെ ആ poor home become a place of miracles. എവിടെ അനുസരിക്കുന്നു അവിടെ അത്ഭുതങ്ങളോട് നിറയപ്പെടും. ആ ഭവനം അത്ഭുതങ്ങളോട് നിറയപ്പെടും. Your place is going to be filled with miracles. Your place is going to be filled with healings. Your place is going to be filled with anointing power in Jesus' name. Hallelujah.
Hallelujah. The Gentile woman experienced resurrection power before Israel ever did. അപ്പോൾ ഈ ഒരു Zarephathന്റെ in your Zarephath moment, when all seems dry, trust God's word. His oil and flow will never run out. നമ്മുടെ ജീവിതത്തിൽ Zarephathന്റെ ഒരു അനുഭവം വരുമ്പോൾ, ക്ഷാമത്തിന്റെ ഒരു അനുഭവം വരുമ്പോൾ, ഫാമിന്റെ അനുഭവം വരുമ്പോൾ, നമ്മൾ കർത്താവ് ദൈവത്തെ നമ്മൾ ആശ്രയിക്കുക. ഒരു നാളും നമ്മുടെ ഓയിലുകളും ഫ്ലോറുകളും ദൈവം റൺ ഔട്ട് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകല്ല. എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, ദൈവത്തെ മുന്നേ വെച്ച് നമ്മൾ യാത്ര ചെയ്യണം. ഹല്ലേലൂയ. ദൈവം ഈ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.